ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ തമിഴിൽ കണ്ട പോലെ ഡാൻ ഡാൻ സീസൺ 1 എപ്പിസോഡ് 3 ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ എപ്പിസോഡ് 1ഉം എപ്പിസോഡ് 2ഉം അപ്ലോഡഡ് ആണ്. അത് മസ്റ്റ് വാച്ചഡ് ആണ്, കാരണം അത് കണ്ടാലേ ഇതെന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനലിലേക്ക് കയറി കാണേണ്ടതാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അനിമി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അത് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും, ഇല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളുടെ ഗ്രാൻഡ്മ തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. കാരണം ഓൾറെഡി സിറ്റിയിൽ പോയിരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അത് വരികയായിരുന്നു, കാരണം നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടാലേ ഇതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഈ ഫുള്ള് റെഡ് ഫയറായി നിൽക്കുന്നതാണ് നമ്മുടെ നായകൻ ഓക്കറൂൺ എന്ന് പറയുന്നത്. അവൻ അൺകൺട്രോൾഡ് ആയിപ്പോയി, കാരണം അവൻ്റെ ഉള്ളിൽ സ്പിരിച്വൽ പവർ ഉണ്ട്. അതുകൊണ്ട് ഫുള്ള് ആൾ അൺകൺട്രോൾഡ് ആണ്. അപ്പോൾ അവളുടെ ഗ്രാൻഡ്മ അതിന് ചുറ്റും ഒരു സീലിംഗ് പോലെ സാധനം ഇതാക്കും. അതിൻ്റെ വെളിയിലേക്ക് വരാൻ സാധ്യമല്ല, കാരണം അത് ഫുള്ള് ഒരു സ്പിരിച്വൽ പവർ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അമ്മൂമ്മ വിചാരിച്ചത് ആദ്യം ഇത് ആക്രമിക്കാൻ വന്നൊരു സ്പിരിച്വൽ പവർ ആണെന്നാണ്. കാരണം ഇവർക്കറിയില്ല ഇത് ആരാണെന്നും എന്താണെന്നും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ അവിടെ ചെറിയൊരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ആ ഫൈറ്റിൽ നമ്മുടെ ടർബോഗാനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, കാരണം അവൾ ഓൾറെഡി ഒരു സ്പിരിച്വൽ ഗേറ്റിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. കാരണം അതിൻ്റെ വെളിയിലേക്ക് അവൾ വന്നാൽ അവൾ ഫുള്ളായി കത്തിയതാകും. അങ്ങനെ ചെയ്യുമ്പോഴാണ് അടുത്ത സീനിൽ മോമോ അയസെ എണീക്കുന്നത്. ഈ മോമോ അയസെ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ഈ അനിമയിലെ നായിക. അതുപോലെ തന്നെ ഇവളുടെ അമ്മൂമ്മയാണ്, അതായത് ഗ്രാൻഡ്മയാണ് ഈ ഇരിക്കുന്ന വ്യക്തി. അപ്പോൾ ഇവർ ആദ്യം ഈ അമ്മൂമ്മയെ കുറേ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങളൊരു ഫേക്കാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനൊക്കെ സോറി ചോദിക്കുന്നു, എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റെന്താന്ന്. അത് പറഞ്ഞപ്പോൾ തന്നെ ഒരു പുഞ്ചിരിയോടെ തന്നെ അതെല്ലാം ഞാനൊരു ഫേക്കല്ലേ, നീ എന്തിനാണ് അതൊക്കെ എന്നോട് പറയുന്നത് എന്ന് പറയും. ഇല്ല, സോറി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിന്ന് പറയുമ്പോൾ അവൻ എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ അവനൊക്കെ അപ്പുറത്തുണ്ടാവും എന്ന് പറയുമ്പോൾ, അപ്പുറത്തുണ്ടാവും എന്നല്ല ആദ്യം പറയുന്നത്, അവനെ ഞാൻ കൊന്നു എന്നായിരിക്കും ആദ്യം പറയുക. പക്ഷേ അവൾ അത് എന്നിട്ട് എനിക്ക് വെച്ചിട്ടുണ്ട് കിളവി പറഞ്ഞുകൊണ്ട് അവ ഓടും. എന്നിട്ട് സോറി ഓക്കറൂൺ, ഞാനാണ് ഇതിനെല്ലാം കാരണം, ഞാൻ ഇതിനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പാടില്ലെന്നൊന്ന് സ്വയം കുറ്റബോധം തോന്നി അവൾ അങ്ങോട്ട് പോകുമ്പോൾ അവനെ ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടാവില്ല. ഇവനെ ആദ്യം കാണുമ്പോൾ തന്നെ കരയാനായി തുടങ്ങും. കാരണം നമ്മുടെ കുട്ടി എന്ന് പറയുന്ന വ്യക്തി, അതായത് ഓക്കറൂൺ, അവൻ ഒരു ചെറിയ കുട്ടീനെ പോലെ തന്നെയാണ്, ഫുള്ളായി സാഡ്നെസ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ലവ് സ്റ്റോറിയൊക്കെ ഫോം ആവും. അപ്പോഴാണ് നമ്മുടെ മോമോ സോറി പറയുമ്പോഴേക്കും അവളുടെ ഗ്രാൻഡ്മ അവിടേക്ക് വരികയും എന്നിട്ട്, ഓ നിങ്ങൾ ഇങ്ങനെ ലവ് ആണല്ലേ എന്ന് ചോദിക്കും. ലവ്വോ, ഞങ്ങളോ? അയ്യേ, ഞങ്ങൾ ലവ് ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളിക്കളയുകയും ചെയ്യും. അതിനുശേഷം നീ നിന്റെ സ്പിരിച്വൽ പവർ കൺട്രോൾ ചെയ്യാൻ പഠിച്ചോ എന്ന് ഗ്രാൻഡ്മ ചോദിക്കും. അത്യാവശ്യമൊക്കെ, എനിക്ക് അത്രയൊന്നും അറിയില്ലെങ്കിലും കുറച്ചൊക്കെ അറിയാം കൺട്രോൾ ചെയ്യാൻ. ഇതിന് എല്ലാത്തിനും കാരണം നന്ദി എന്നും കൂടി ഒന്നും കൂടി പറയും. എനിക്കപ്പോൾ എന്താണെന്നറിയില്ല, ഒരു ഫീൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതങ്ങനെ ആയി എന്നും കൂടി അവൾ പറയും. അതിനുശേഷം ശരി, നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാളെ തന്നെ ട്രെയിനിങ് ആരംഭിക്കണം, ഇല്ലെങ്കിൽ ശരിയാവുകയില്ല. ടർബോ ഗ്രാനി എന്ന് പറയുന്നത് പഴയ കാലം തൊട്ടേ ഉള്ളൊരു വലിയൊരു ബീസ്റ്റാണ്. ഇതിൻ്റെ പേര് കേട്ടാൽ തന്നെ നാട്ടിലുള്ള എല്ലാവരും തന്നെ വിറയ്ക്കും. എനിക്കറിയാമായിരുന്നു ആ ഡഞ്ചൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ തന്നെ വലിയൊരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ചു സ്പിരിച്വൽ പവേഴ്സിന് കുറച്ച് വീക്ക്നെസ്സും ഉണ്ട്, കുറച്ചിലധികം വീക്ക്നെസ്സും ഉണ്ട്. അവരുടെ പവർ ഒരു ഏരിയയിൽ മാത്രമേ നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളൂ. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ടർബോ ഗ്രാനി എന്ന് പറയുന്നത് നല്ല സ്പിരിച്വൽ പവർ ഉള്ള ഒരു വ്യക്തിയാണ്. അതിനെ ബീറ്റ് ചെയ്യാൻ ഇതുവരെ ആരും തന്നെ വന്നിട്ടില്ല. കാരണം അതൊരു 1000 വർഷത്തോളമായി അതിന് ആയുസ്സുണ്ട്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ കൂടി പറ്റാത്ത അത്രയും ലെവലിലുള്ളതാണ്.
അതിന് ഈ ചെറിയ ചെക്കൻ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നാണ് എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞിട്ട് പറയും. ഇതൊക്കെ ഓക്രോൺ അതിൻ്റെ അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷെ എനിക്ക് അവനെ എങ്ങനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായക അതായത് മോമോ പറയും, എന്നെ സഹായിക്കണം എന്നും പറയും. മനസ്സിലായില്ല, ഒന്നും കൂടി പറഞ്ഞേ. ഓ, അപ്പൊ നീ കേൾക്കുന്നുണ്ടോ അതൊക്കെ പറയും. എന്നിട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ സിറ്റി, അതായത് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റിയുടെ വെളിയിൽ പോയാൽ ഞാൻ നിനക്ക് വരച്ച് കാണിച്ചു തരാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. അതായത് ഈ സിറ്റിക്ക് വെളിയിൽ പോയാൽ അവൾ നശിക്കും. കാരണം ഈ സിറ്റിയുടെ വെളിയിൽ അവർക്ക് അധികം പവർ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആസിയില് എനിക്ക് അത്ര നേരം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വീക്കാവും. ഈ സിറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അതിന് നല്ലൊരു ശക്തി തന്നെ ഉണ്ടാവും. പോയാൽ മാത്രമേ അതിനെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ എന്നും കൂടി പറയുകയും ചെയ്യും. ശരി, അപ്പോൾ നിന്റെ പവർ എന്താണെന്ന് നോക്കട്ടെ പറയും. അപ്പോൾ അത്രയ്ക്ക് പവർ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല എന്നും കൂടി പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടെന്ന് ഗ്രാൻഡ്മയ്ക്ക് അറിയായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു ഇത്. എന്നിട്ട് നാളെ തന്നെ നിങ്ങളുടെ ട്രെയിനിങ് ആരംഭിക്കണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനോ ഇതിനെ നോക്കാനോ പറ്റുകയില്ല. നിങ്ങൾ ഒരാളുടെ മരണം ഉറപ്പാവും. എൻ്റെ മകൾ പറഞ്ഞതിന് കാരണം ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഇത് വർക്കാവുമോ വർക്കാവില്ല എന്ന്. നാളെ രാവിലെ നേരത്തെ എണീക്കുക, എന്നാലേ നിങ്ങൾക്ക് പ്രാക്ടീസ് തരാൻ പറ്റുകയുള്ളൂ. നാളെ തൊട്ട് തന്നെ നിങ്ങളുടെ പ്രാക്ടീസ് തുടങ്ങും. എന്നിട്ട് ഒരു സൈലൻസ് പീസ്ഫുള്ളായ ഒരു ടോക്കായിരിക്കും അവിടെ ഉണ്ടാവുക. ഞാൻ പറഞ്ഞതിന് സോറി. എനിക്ക് ആ ടൈമിൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടാൽ മാത്രമേ അതെന്താണെന്നും ഇതെന്താണെന്നും മനസ്സിലാവുകയുള്ളൂ. അതായത് കുറ്റബോധം തോന്നിയായിരിക്കും ഓക്രോൺ അവിടെ നിൽക്കുക. സോറി 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 എന്ന് കുറേ പ്രാവശ്യം പറയുമെങ്കിലും മോമോ അതൊന്നും കാണിക്കുകയില്ല. കാരണം അവൾ കാരണമാണ് അത്രയും പ്രശ്നമുണ്ടായത്. പിറ്റേ ദിവസം രാവിലെ ഇവർക്കുള്ള ട്രെയിനിങ് ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ മോമോയുടെ പവർ അവിടെ നിന്ന് ചെറുതായി ഒന്ന് വീക്കാവുകയും ഇവൻ വീണ്ടും ആ ഫോമിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അവൻ ഇത്തിരി അൺകൺട്രോളിലാണ്. കാരണം അവനെ അതിനെ ഇതാക്കാൻ പറ്റില്ല. ആ സീലിന്റെ വെളിയിൽ വന്നാൽ അവൻ ഫുള്ളായി അങ്ങനെയാവും. അപ്പോൾ അവളുടെ അമ്മൂമ്മയോട് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് ഇതുപോലെ കുറച്ച് സാധനങ്ങൾ കുറച്ച് നേരത്തേക്ക് മാത്രമേ കൺട്രോളിൽ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്താണെന്ന് അറിയില്ല, അവരോട് ഫൈറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു സ്പിരിച്വൽ പവർ എനർജി ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് കുറച്ച് നേരം പറ്റില്ല. അത് ശരി, നീ കണ്ണു മൂടി മനസ്സിൽ ആലോചിക്കുക, എന്നിട്ട് അതുപോലെ ചെയ്യും. അപ്പോൾ നിനക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും. എന്നിട്ട് അവൾ കണ്ണടച്ച് അതിനെ നോക്കുമ്പോൾ തന്നെ കൺട്രോൾഡ് ആയിട്ടുണ്ടാവും. പക്ഷേ ബുട്ടിക്ക് അപ്പോഴേക്കും ടോയ്ലറ്റിൽ പോകണം പറഞ്ഞിട്ടാണ് അവൻ ഈ കിടന്ന് കാണിക്കുന്നതെല്ലാം. അവനെ കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. ഞാൻ എന്ത് വന്നാലും ശരി ഞാൻ പോകുന്നു പറഞ്ഞിട്ട് അവൻ പോവുകയും അപ്പോൾ മോമോയുടെ ഉള്ളിലുള്ള പവർ ചെറുതായി വെളിയിൽ വരികയും ചെയ്യും. പക്ഷേ ആദ്യം ഞാൻ അപ്പോൾ അവൻ പറയും, നാണമില്ലേ നിനക്ക് ഞങ്ങളുടെ ബാത്റൂമിൽ പോയി നാശമാക്കാൻ? ഇല്ല എന്ന് പറഞ്ഞും കൊണ്ട് അവൻ പോവും. പക്ഷെ അവനെ ടോയ്ലറ്റിലിരിക്കുമ്പോഴെങ്കിലും കൺട്രോൾ ചെയ്യണം. എന്നാലേ അതിന് കൺട്രോളിങ് പവറിങ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവൻ വീണ്ടും അൺകൺട്രോൾഡ് ആയ സ്പിരിച്വൽ പവർ വെളിയിൽ വരികയും ചെയ്യും. അതിനാൽ എല്ലാവരും തന്നെ അവനെ കൺട്രോൾ ചെയ്യാൻ മോമോയസ് എന്തായാലും അവിടെ വേണം. കാരണം അവളുടെ പവർ ഉണ്ടെങ്കിൽ മാത്രമേ കൺട്രോൾ ആവുള്ളൂ. അപ്പോൾ തന്നെ വലിയൊരു സംഭവം നടക്കും. അവൾ എല്ലാവരെയും കൺട്രോൾഡ് ആക്കും. കാരണം ആ ഗ്രാനി കാരണമാണെങ്കിലും ആ ടൈമിലുള്ള അത് സ്റ്റോപ്പ് ചെയ്യും. ഈ ചെക്കൻ എൻ്റെ കൺട്രോൾഡാണ്. അതുപോലെ തന്നെ അവൻ്റെ സുണ്ടക്കായി എൻ്റെ കയ്യിലാണ്. സുണ്ടക്കായി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ പവർ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ വെളിയിൽ വരാൻ പറ്റില്ല. പക്ഷേ ഇന്ന് വൈകുന്നേരം ഇല്ലെങ്കിൽ 24 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തായാലും ഇവനെ നശിപ്പിക്കുകയും ചെയ്യും. ഓർത്തു വെച്ചോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പറയും. ചൊകരിയൊക്കെ വരുന്നു പറയും. മോമോ ഇപ്പൊ ഇവിടെ എന്താ നടന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നടന്നത്. ശരി, രാത്രി ആയപ്പോൾ തന്നെ അവരുടെ കോസ്റ്റ്യൂമിലേക്ക് വരും.
കാരണം ഈ ജപ്പാനീസ് അനിമയുടെ അവൻ്റെ അവിടുത്തെ ഓരോരോ ആചാരങ്ങളാണ്. അവൻ്റെ ഓരോ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോന്നും വ്യത്യസ്ത തരത്തിലായിരിക്കും. അവരുടെ ഓരോ മാസ്കിനും ഓരോ ഇതിനും ഓരോരോ ഇതുണ്ട്. അതുപോലെ മോമോയെ ലാസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ജയിച്ചിട്ട് വാ എന്ന് പറയും. ജയിച്ചിട്ട് വാ എന്ന് പറയുന്നതിന് കാരണം ചിലപ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്താൽ ആരും ഇതുവരെ തന്നെ ജീവനോടെ ഉണ്ടാവുകയില്ല. ശരി വന്നിട്ട് ഇവർ അങ്ങോട്ട് പോകും, അതായത് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക്. കാരണം ഈ ട്രെയിൻ വഴി വെളിയിൽ പോയാൽ മാത്രമേ ഇവർക്ക് വെളിയിൽ പോകാൻ പറ്റുള്ളൂ, അതായത് ഈ സിറ്റിയുടെ വെളിയിൽ. പക്ഷെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ ഇതോടെ തന്നെ നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ്